എനിക്ക് ഈ 3 പേരെയും പിടിച്ചിട്ടില്ല. 3 പേരെയും പിടിച്ചില്ലേ? അപ്പൊ ആരാണ് ഇഷ്ടപ്പെട്ടില്ല? അതായത് ഒരു ഭരണാധികാരിയായിട്ട് വരാന്ന് പറയുമ്പോൾ അവരുടേതായ ഒരു വ്യക്തിത്വം, ഒരു ഗൗരവവും ഒന്നും തന്നെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവരൊരു കോമഡി ബിഹേവിയർ ആണ്, ഒരു കോമഡി ഫീലാണ് നമുക്ക് ഇവരുടെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ വരുന്നത്. ടോട്ടലി ഇതിപ്പോ ഒരു 25 അതിനുള്ള ആയിട്ടുണ്ട്. ഈ ഓർണമെന്റ്സിന് എത്രയായി കാണും? ഓർണമെന്റ്സ് അറൌണ്ട് 7,000. ഇതാണ് ആ പെൺകുട്ടി ഹനാൻ. മീൻ വിറ്റും സ്വന്തം കാലിൽ നിന്ന് യൂണിഫോം ഇട്ട് മീൻ വിറ്റ് നടന്ന ഹനാന്റെ പിന്നെന്താ പറയുക, ഫോട്ടോയും ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. പിന്നെ കേരളം ഏറ്റെടുക്കുന്നു, ഞങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് വാരി പുണരലായിരുന്നു ഈ ഹനാനെ. അതിനുശേഷം കുറെ നാള് അവിടെ ഇവിടെയൊക്കെ നടന്ന് കുറെ പിന്നെ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ഹനാനെ കാണുന്നു. ഇടയ്ക്ക് കാശ് കൂടിയതിന്റെ ഒരു ഇതാണോന്നറിയില്ല. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ എത്തിയപ്പോ വസ്ത്രത്തിന് വേറൊരാൾക്ക് അവസരം കൊടുത്താലോ എന്നുള്ള രീതിയിലാണ് ജനം വോട്ട് UDF കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതൊരു മ്യൂസിക്കൽ ചെയർ ആവുന്നുള്ളത്. സ്കൂൾ യൂണിഫോമിൽ ചാള വിറ്റ് വൈറലായ ഹനാൻ ഇപ്പം കോൺഗ്രസിനെ ആഞ്ഞടിച്ചുകൊണ്ടാണ് വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. കോൺഗ്രസ് പരിപാടികൾ കോമഡി ഉത്സവം പരിഹസിച്ച് ബിഗ് ബോസ് താരം ഹനാൻ. ബിഗ് ബോസിന് 1-2 ദിവസം ചെന്ന് കയറി കൊടുത്തിട്ട് അതേപടി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് ചാടിയ മുതലാണ്. ഇപ്പം ഹനാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ഹനാനെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഒന്ന് ലൈക്ക് അടിക്കണം. എത്ര ആളുകൾ ഇഷ്ടമല്ലാത്തവർ ഉണ്ടെന്നൊന്ന് അറിയാനാണ്. ഇപ്പോൾ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഹനാൻ രംഗത്ത് വന്നേക്കുന്നത്. എന്തിൻ്റെ കേടാണ് ഈ കുട്ടിക്കെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ചാള വിറ്റ് വൈറലായി. ആ സമയത്തൊക്കെ ഒരു പ്രസ്ഥാനമോ ഒരു പാർട്ടിയോ ഒരു മതമോ ഒരു രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാ മലയാളികളും ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് അല്ലേ. ഇപ്പം ഈ ഹനാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ വെറും ഊളകളാണ്, കോൺഗ്രസ്സുകാരെല്ലാം കോമഡി പീസുകളാണ്, മുഖ്യമന്ത്രി VD സതീശൻ ഒരു വ്യക്തിത്വവുമില്ലാത്ത ആളുകളാണ്, അതുപോലെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അതുപോലെ VD സതീശൻ, ഇവരാരും അർഹതപ്പെട്ട ആളേ അല്ല. മുഖ്യമന്ത്രി ആവാനോ ഒന്നിനും അർഹതപ്പെട്ട ഒരു വ്യക്തിത്വവുമില്ലാത്ത വ്യക്തികളൊക്കെയാണെന്നാണ് ഈ ഹനാൻ പറയുന്നത്. എന്താണല്ലേ, കഴിഞ്ഞ 10 കൊല്ലം പിണറായി സർക്കാർ ഭരിച്ചിരുന്നപ്പോഴത്തേക്ക് ഈ ഹനാൻ്റെ നാവ് എവിടെ പോയിരുന്നു? കൊള്ള വില കയറി കിടക്കുന്ന പല ആഹാര സാധനങ്ങളും വില കൂട്ടി വിറ്റിരുന്ന സമയത്ത് എവിടെ പോയിരുന്നു? ഈ ഗർജിക്കുന്ന സിംഹത്തെ നമ്മളാരും കണ്ടില്ല. എൻ്റെ പൊന്ന് ഹനാനെ, ദൈവത്തെ ഓർത്ത് പൊന്ന് ഹനാനെ ഒന്ന് മിണ്ടാതിരിക്കാവോ? എന്തിനാണ് വെറുതെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത്, ജനങ്ങളുടെ മനസ്സിലിങ്ങനെ വെറുപ്പുണ്ടാക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നിന്നെ ഒരുപാട് സ്നേഹിച്ച മലയാളികളുണ്ട്, ജാതി മതം ഒന്നും നോക്കാതെ, രാഷ്ട്രീയം ഒന്നും നോക്കാതെ. നല്ല വാടയുള്ള ചാളമീൻ വിറ്റ് നടന്ന ഹനാനെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നും കണ്ടിട്ടല്ല, മതവും ഒന്നും കണ്ടിട്ടല്ല. അന്നത്തെ കഷ്ടം തോന്നിയിട്ടാണ് ആളുകൾ നെഞ്ചിലേറ്റിയത്. പക്ഷേ ഇന്ന് വന്നിരുന്ന് അഹങ്കാരമാണ് പറയുന്നത്. അതുപോലെ ഞാൻ ഇവിടെ കുറച്ച് വീഡിയോകളൊക്കെ വെച്ച് തരാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യില്ല. ഹനാൻ്റെ അഹങ്കാരം ഞാൻ ഇതിനകത്ത് കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഹനാൻ ഉടുക്കാനും തിന്നാനൊക്കെ ലക്ഷങ്ങളുടെ ഫുഡും അതുപോലെ 10,000 രൂപയുടെ വസ്ത്രങ്ങളുമാണ് ഹനാൻ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ തെളിവ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഹനാൻ തന്നെ പറയുന്നുണ്ട് 25,000 രൂപയുടെ ഉടുപ്പുകളാണ് ഹനാൻ ഇടുന്നത്. അതിൻ്റെ അഹങ്കാരം കാണും. എന്താ അല്ലേ, വന്ന വഴി മറക്കുന്ന ഇതുപോലുള്ള ആളുകൾ. ഇല്ല, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു ക്ലിപ്പ് വെച്ച് തരാം, 1-2 ക്ലിപ്പുകൾ വെച്ച് തരാം. ഹനാൻ UDF പറ്റിയിട്ട്, അതുപോലെ മുഖ്യമന്ത്രി VD സതീശനെ പറ്റിയിട്ടും, അതുപോലെ ഇപ്പോഴത്തെ ഭരണത്തെ പറ്റിയിട്ടൊക്കെ ഹനാൻ പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 10 വർഷം UDF ഭരിച്ചു. അപ്പൊ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആളുകൾക്ക് മടുപ്പ് വന്നിട്ട് ഒരു ചേഞ്ച് ആവട്ടെ, എന്നാ വേറൊരാൾക്ക് അവസരം കൊടുത്താലോ എന്നുള്ള രീതിയിലാണ് ജനം വോട്ട് UDF കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതൊരു മ്യൂസിക്കൽ ചെയർ ആവുന്നുള്ളത്.
ഹനാൻ പറയുന്നത് 10 കൊല്ലത്തെ ഭരണം ആളുകൾക്ക് ബോറടിച്ചു കൊണ്ടിരുന്ന UDF-നൊന്ന് കൊടുത്തേക്കാം, അവരും കൂടെ ഒന്ന് ഭരിച്ചോട്ടെ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ജനങ്ങൾ മടുത്ത് വെറുത്ത് പണ്ടാരം അടങ്ങിക്കൊണ്ടല്ല ജനങ്ങൾ മാറ്റിക്കുത്തിയത് അല്ലേ. എന്നിട്ടത് മ്യൂസിക്കൽ ചെയർ ആണെന്ന്. അടുത്തതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി ഹനാൻ പറയുന്നത്. ഒരു കോമഡി പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ ഇത്രയും ചിരിച്ചിട്ടില്ല. ഇവര് കേക്ക് കൈമാറ്റം ചെയ്യുമ്പോ എന്താ പറയാ, കേക്ക് എടുത്ത് കഴിച്ചിട്ട് വീടുകൾ മേത്ത് തേച്ചു കൊടുക്കണു, പിന്നെ മൈക്ക് മാറ്റി വെക്കാൻ വേണ്ടി തല്ലുവിടുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ബാലിഷായിട്ടുള്ള രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ പെരുമാറുന്നത്. ഇതൊരു പപ്പറ്റ് ഷോ പോലെ ആയി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ പരിഹസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കോമഡി പരിപാടി കണ്ടിട്ട് ഞാൻ ചിരിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിനെ കാണുമ്പോഴത്തേക്ക്, കോൺഗ്രസിൻ്റെ എന്ത് പരിപാടി കാണുമ്പോഴത്തേക്ക് ഞാൻ പൊട്ടി 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 അങ്ങോട്ട് ചിരിക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് കോമഡി ആയിട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പം ഹനാൻ നമ്മുടെ റഹീമിനെയൊന്നും ഇന്ന് വരെ കണ്ടിട്ടേയില്ല. റഹീമിനെയും നമ്മുടെ ശിവൻകുട്ടി മാമനെയും ആര്യ രാജേന്ദ്രനെയും ഒന്നും കണ്ടിട്ടേയില്ലല്ലേ, ഇല്ലേ? എന്താണ് ഹനാനെ, ഈ ഭൂമി ലോകത്താണോ ജീവിക്കുന്നത്? ആ റഹീമിൻ്റെ 1-2 ഇംഗ്ലീഷ് എടുത്തിട്ട് അങ്ങോട്ട് കാണ്, അപ്പം ചിരി വരുമോ കരച്ചിൽ വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാമായിരുന്നു. ഇത് മനഃപൂർവ്വം കോൺഗ്രസിനിട്ട് അടിക്കുന്ന അടിയാണ്. ഓക്കെ, ഇനി അടുത്തതും കൂടെ ഒന്ന് കണ്ടുപോകാം. കൊളാബറേഷൻ അല്ല, ടോട്ടലി ഇതിപ്പോ ഒരു 25 അതിനുള്ളിൽ ആയിട്ടുണ്ട്. ഈ ഓർണമെന്റ്സിന് എത്രയായി കാണും? ഓർണമെന്റ്സ് അറൌണ്ട് 7,000. ഡ്രസ് കൊളാബാണോ അതോ? ഡ്രസ് കൊളാബറേഷൻ ഒന്നല്ല, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പിക്ക് ചെയ്യുന്നതാണ്. ഒരു ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്. ശരി ഓക്കെ. ഇത് താൻ ഇട്ടേക്കുന്ന കുപ്പായത്തിന്റെ വില, അതുപോലെ ഓർണമെന്റ്സിന്റെ വില, ഇതിന്റെയൊക്കെ വിലയാണ് പുള്ളിക്കാരി ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇതിന് മാത്രം ഇത്രയും വില കൂടിയ രൂപയുടെ, ഇത് പ്രൊമോഷനോ കൊളാബോ ഒന്നും അല്ലെന്ന് പുള്ളിക്കാരി എന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനും മാത്രം രൂപയുടെ കുപ്പായം ഇടാനും അതുപോലെ വളയും മാലയും കമ്മലൊക്കെ ഇടാനും ഇതിനും മാത്രം വരുമാനം എവിടെ നിന്നാണ് ഹനാന് കിട്ടുന്നത്? അതോ ഇതുപോലെ വന്നിരുന്നിട്ട് കോൺഗ്രസ്സുകാരെല്ലാം ഊളകളാണ്, കോൺഗ്രസ്സുകാരെല്ലാം മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ്, അതുപോലെ മുഖ്യമന്ത്രി വ്യക്തിത്വമുള്ള ആളല്ല എന്നൊക്കെ പറയുന്നതിന് വേറെ എവിടെന്നെങ്കിലും വല്ല ക്യാഷ് എങ്ങാനും കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി ഇവിടെ ഹനാൻ മുഖ്യമന്ത്രി VD സതീശനെയും KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും പറ്റിയിട്ട് പറയുന്നത്, ഇതൊന്നും ആരും കണ്ടു കാണത്തില്ല, ഞെട്ടിക്കുന്ന വീഡിയോകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതുപോലുള്ള ടീംസിനെയൊക്കെ വലിച്ച് കീറി ഒട്ടിക്കണം. കാരണം രാഷ്ട്രീയത്തിൻ്റെ ABCDയും പുണ്ണാക്കും അറിയാതെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന, കഴിഞ്ഞ 10 കൊല്ലം ഈ ഹനാൻ എന്ന് പറയുന്ന ചാള വിറ്റ് വൈറലായി വന്ന ഈ ഹനാൻ അങ്ങ് ബഹിരാകാശത്തായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിപ്പോകുന്നത്. 10 കൊല്ലമായിട്ട് ഈ കുട്ടി ഇവിടെയൊന്നും അല്ല ജീവിക്കുന്നത്, അങ്ങ് ഏതോ ഉഗാണ്ടയിലോ ബഹിരാകാശത്തും കണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും UDF-ൻ്റെ നമ്മുടെ KC വേണുഗോപാൽ, അതുപോലെ മുഖ്യമന്ത്രി VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവരെ 3 പറ്റിയിട്ട് പറയുന്ന നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇതൊക്കെ മുഖ്യമന്ത്രി VD സതീശൻ കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടി നാളെ എന്തിൻ്റെങ്കിലും പേരിൽ ഒരു സഹായം ചോദിച്ചു വരുവാണെങ്കിൽ ആട്ടി ഓടിക്കണം, അതാണ് വേണ്ടുന്നത്. പച്ചയ്ക്ക് അപമാനിച്ചിട്ട് നോക്കിക്കോ, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഈ UDF സർക്കാരിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കൈകൂപ്പി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും, അതാദ്യം മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ കണ്ടതാണ് പ്രിയദർശിനിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഈ ഹനാൻ വന്ന് പറയുന്നത് കേട്ടയാണ്, പ്രിയദർശിനി 6 മാസം കൊണ്ട് പൂട്ടി കട്ടയും മണമാക്കിയിട്ട് പൂട്ടിക്കെട്ടും, ഇത് VD സതീശൻ സർക്കാർ ജനങ്ങളെ പറ്റിച്ചതാണ്, മണ്ടന്മാരാക്കിയതാണ്, ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കിയെന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വിമർശിക്കുന്നത് കണ്ടായിരുന്നു. പാവങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള പൈസയുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ മാറി നിൽക്കി. 10,000-25,000 രൂപയുടെ ഉടുപ്പ് വാങ്ങിച്ചിടാൻ പറ്റുന്ന നിങ്ങളൊക്കെ എന്തിനാണ്? പാവങ്ങൾ അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് വെറും 500-600 രൂപയ്ക്ക് വേണ്ടിയിട്ട് കശുവണ്ടി ഫാക്ടറിയിലും ഹോസ്പിറ്റലുകളിലും പല സ്ഥാപനങ്ങളിലും തൂപ്പ് ജോലിക്കും മറ്റും പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കതൊരു വലിയൊരു കാര്യമായിരിക്കും. അതിനെ വരെ കുറ്റം പറയാൻ നാണമില്ലേ? വന്ന വഴി മറക്കുന്ന ഇവരെയൊക്കെ സത്യം പറയുവാണെങ്കിൽ
എന്താണ് സുഹൃത്തുക്കളെ പറയേണ്ടത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, എന്തായാലും അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പൊ ഒരു മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന ആരായിരിക്കും? ഇപ്പൊ ഈ മ്യൂസിക്കൽ ചെയർ ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താ പറയാ, ടോസ് ഇട്ടിട്ട് എടുക്കേണ്ട ഒന്നല്ലല്ലോ ഇത്. എനിക്ക് ഈ 3 പേരെയും പിടിച്ചിട്ടില്ല. 3 പേരെയും പിടിച്ചില്ലേ? അപ്പൊ ആരാണ് ഇഷ്ടമുള്ള? ഇഷ്ടപ്പെട്ടില്ല. അതായത് ഒരു ഭരണാധികാരിയായിട്ട് വരാന്ന് പറയുമ്പോൾ അവരുടേതായ ഒരു വ്യക്തിത്വവും ഒരു ഗൗരവവും ഒന്നും തന്നെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവരൊരു കോമഡി ബിഹേവിയർ ആണ്, ഒരു കോമഡി ഫീലാണ് നമുക്ക് ഇവരുടെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ വരുന്നത്. കോമഡി ഉത്സവം അല്ലെങ്കിൽ മറ്റുള്ള പ്രോഗ്രാംസ് ഒന്നും കണ്ടിട്ട് ഞാനിങ്ങനെ ചിരിച്ചിട്ടില്ല. നല്ല രീതിയിൽ ചിരിക്കാനുള്ള അവസരം തരുന്നുണ്ട്. 3 പേർക്കും ഗൗരവമില്ല, വ്യക്തിത്വമില്ല, ഒന്നുമില്ല. 3 പേരും മൂളകളാണെന്നാണ് ഹനാൻ ഇവിടെ പറയുന്നത്. എന്താ അല്ലേ? കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ലഹരി കൂടി, ലഹരി മാഫിയ കയറി അഴിഞ്ഞാടിയിട്ട് ഇതൊന്നും കണ്ടില്ലേ? രമേശ് ചെന്നിത്തല വന്നതിൽ പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിട്ട് പുള്ളി ചെയ്തേക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി മാഫിയെ തുരത്താൻ വേണ്ടിയിട്ട് തൂഫാൻ എന്നൊരു പദ്ധതി കൊണ്ടുവന്നെയാണ്. എത്ര കുട്ടികൾ, വഴിതെറ്റി പോകുന്ന കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഒരു പക്ഷേ അത് സഹായിച്ചെന്നിരിക്കും. ഓക്കെ, എന്തായാലും കുറച്ചെങ്കിലും ഉളുപ്പും നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം എന്താണെന്ന് എഴുതിയെങ്കിലും പഠിക്കും, അതേ പറയാനുള്ളൂ. അല്ലാതെ കണ്ണും അടച്ച് വന്നിരുന്നിട്ട് 25,000 രൂപയുടെ ഉടുപ്പിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാനിവിടെ ഈ ഹനാൻ ഒരു സമയത്ത് നമുക്കറിയാം കഷ്ടപ്പാടിൽ നിന്ന്, അതുകൊണ്ടാണ് ജനങ്ങൾ അന്ന് തലയിൽ കയറ്റി വെച്ചത്. അന്ന് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ ജനങ്ങൾ എല്ലാ ആളുകളും സ്നേഹിച്ചിട്ടുണ്ട്. അന്ന് ഇപ്പം കുറ്റം പറയുന്ന UDF-കാർ, കോൺഗ്രസ്സുകാരെല്ലാം ഊളകളാണ്, കോമഡി പീസുകളാണെന്ന് പറയുന്ന ഹനാൻ ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് ഹനാൻ്റെ അവസ്ഥ കണ്ടിട്ട് പ്രാർത്ഥിച്ചവരിൽ ഈ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു, ഈ UDF-കാരും ഉണ്ടായിരുന്നു. അതാദ്യം മനസ്സിലാക്കുക. അവരെല്ലാം കൂടെയാണ് ഇപ്പം വെറുപ്പിച്ച് കൈവച്ചേക്കുന്നത്. അവരൊക്കെ ഇപ്പം ആട്ടിത്തുപ്പുന്നൊരവസ്ഥയിൽ എത്തിച്ചത് ഈ വകതിരിവില്ലാത്ത സംസാരങ്ങളാണ് അല്ലേ? ഓക്കെ, ഇങ്ങനെയൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ജനങ്ങളെ സപ്പോർട്ടും പിന്തുണയോടുകൂടി കയറി വരുന്ന ആളുകൾ ഈ കുറച്ച് ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക്, കുറച്ച് റീച്ചും അതുപോലെ കുറച്ച് പൈസയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ അഹങ്കാരം വന്ന വഴി മറക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ വന്ന വഴി മറക്കാത്ത ആളുകളുമുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഇടയ്ക്ക് വെച്ച് ഈ ഹനാൻ്റെ വസ്ത്രധാരണത്തിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഓരോ ദിവസം കഴിയും തോറും വസ്ത്രത്തിൻ്റെ അളവ് കുറഞ്ഞ് ഇങ്ങനെ വരുന്നതൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തുള്ളത്. അത് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി പുള്ളിക്കാരിയെ പറ്റിയിട്ട് പറയുന്നത്. കണ്ടല്ലോ, ഇതാണ് ആ പെൺകുട്ടി ഹനാൻ. മീൻ വിറ്റും സ്വന്തം കാലിൽ നിന്ന് യൂണിഫോം ഇട്ട് മീൻ വിറ്റ് നടന്ന ഹനാന്റെ പിന്നെന്താ പറയുക, ഫോട്ടോയും ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. പിന്നെ കേരളം ഏറ്റെടുക്കുന്നു, ഞങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് വാരി പുണരലായിരുന്നു ഈ ഹനാനെ. അതിനുശേഷം കുറേ നാള് അവിടെ ഇവിടെയൊക്കെ നടന്ന് കുറേ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ ഹനാനെ കാണുന്നു. ഇടയ്ക്ക് കാശ് കൂടിയതിൻ്റെ ഒരു ഇതാണോന്നറിയില്ല. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ വസ്ത്രത്തിന്റെ നീളം കുറഞ്ഞ് അതിന്റെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ജീവിക്കുന്നു. ശരിയാണ്, നിങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യമാണ്. ഇന്ന് പിന്നാമ്പുറം കാണിച്ച് നാളെ ഇന്ന് ഉമ്മറം കാണിച്ച് നാളെ പിന്നാമ്പുറം കാണിക്കാനും മടിക്കില്ല എന്ന് പറയുന്നത് പണ്ടാണ്. ഇന്ന് പിന്നാമ്പുറം കാണിച്ചാൽ നാളെ ഉമ്മറവും കാണിക്കാൻ മടിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ വലിയ കുണ്ടി, വലിയ കുഴി, ഇതൊക്കെയാണ് ഇപ്പോൾ വലിയ എന്താ പറയുക, ഇതൊക്കെ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതൊക്കെ സെക്സ് വാർത്ത പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ. പക്ഷേ അതല്ല, പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഈ പൈസയുടെ കുങ്ക് വരുമ്പോൾ അല്ലെങ്കിൽ കാശ് കൂടുമ്പോൾ വസ്ത്രത്തിന്റെ നീളവും ഇതുമൊക്കെ അങ്ങ് കുറയും. ഇപ്പൊ പല ആളുകളെ ഉദ്ഘാടന വേദിയിലൊക്കെ നമ്മൾ ഡ്രസ്സിന്റെ നീളം കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ഇതിന്റെയൊക്കെ പേരിൽ ഒരു പ്രാവശ്യം കുറേ സംഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ നടന്നതാണ്. ഈ തുണി ഇടുന്നതിന്റെയൊക്കെ പേരിൽ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ ചോദിക്കും. തീർച്ചയായിട്ടും അവരുടെ സ്വാതന്ത്ര്യമാണ്. എത്രത്തോളം എന്താ പറയുക, ഡ്രസ്സിന്റെ നീളം കുറയുമോ അത്രത്തോളം സ്വാതന്ത്ര്യം കൂടുകയാണ് ചെയ്യുന്നത്. ഡ്രസ്സിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. പിണറായി ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റിയാലേ സ്വാതന്ത്ര്യം ഉണ്ടാവൂ എന്ന് പറയുന്നത് പോലെയാണ്
ഈ തുണിയുടെ നീളം കുറയുന്നിടത്താണ് നമ്മുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. തുണിയുടെ നീളം എത്രത്തോളം കുറഞ്ഞു വരുമോ അവിടെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നവരാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഒരുപാട് മഹത്തായ സ്ത്രീ രത്നങ്ങൾ നമുക്കിടയിലുണ്ട്. അവരൊക്കെ ഡ്രസ്സിന്റെ നീളം കുറച്ചും പിന്നെ എന്താ പറയുക, പല സ്ഥലങ്ങളിലെ പല കാര്യങ്ങളും പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു ഒന്നുമല്ല നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നത് എന്നുള്ളതാണ്. അതുപോലെ സമൂഹത്തിന്റെ വലിയ വലിയ നിലകളിലെത്തിയ ഒരുപാട് ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അവരൊന്നും തുണിയുടെ നീളം കുറച്ചുകൊണ്ടുള്ള ഇതിന്റെ ഒക്കെ ഒരു മാനദണ്ഡമുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഇപ്പൊ റിനിയൊക്കെ നമ്മുടെ ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഹനാൻ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.